ഹായ് ചേട്ടാ, ഹായ്, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഷിബു. ഓക്കെ ഓക്കെ. സോ ചേട്ടൻ ബ്ലിസ് ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാനത് ഇന്റർനെറ്റിൽ ഇങ്ങനെ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം റീൽ. ഓക്കെ ഓക്കെ. ആക്ച്വലി ട്രിവാൻഡ്രത്ത് ബ്ലിസ് ഹോസ്പിറ്റലുണ്ട് തൈക്കാട്ടിൽ. ഓക്കെ അപ്പം ഞാൻ അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ 2 ചോദ്യം ചോദിക്കാനായിരുന്നു. ഓക്കെ. ഓക്കെ. വന്ധ്യതയിൽ സ്ത്രീകൾക്ക് വന്ധ്യതയെ കുറിച്ച് ലിമിറ്റ് ഉണ്ട് അവർക്ക്. അതേപോലെ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ലിമിറ്റ് ഉള്ളതിനെ കുറിച്ച് താങ്കൾക്ക് അറിയാവോ? സംശയം ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. കാരണം പ്രായം കൂടുന്നതനുസരിച്ചുള്ള സ്പേമിൻ്റെ കൗണ്ട് അനുസരിച്ച് ചിലപ്പോൾ അതിന് ചാൻസ് കുറവുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. സാധാരണ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, സ്ത്രീകൾക്ക് മെനോപോസ് ആവണ പോലെ പുരുഷന്മാർക്ക് ഒരു ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല കുട്ടികളുണ്ടാവാൻ. അത് ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് ഇപ്പോൾ പുരുഷന്മാരുടെ ബീജം നോക്കുമ്പോഴും ചലനശേഷി അല്ലെങ്കിൽ കൗണ്ട്, ബീജത്തിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ ബീജത്തിൻ്റെ മോർഫോളജിയൊക്കെ മോശമായ കണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഒരു പ്രായം കൂടിയ പുരുഷന്മാർക്ക് ഉണ്ടാവാൻ പോണ കുട്ടികൾ ചിലപ്പോൾ ജനറ്റിക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം, ക്രോമസോമൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാവാം, ചിലപ്പോൾ മിസ്കാരേജ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്.